അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ബ്രൈമൂറിലേക്ക് കയറിയിരിക്കുകയാണ്. കണ്ടോ, വെള്ളച്ചാട്ടം എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂട്ടിയിട്ടുണ്ട്. പെങ്ങൾസിനെ എല്ലാത്തിനെയും പൊക്കിയിട്ടുണ്ട്. തങ്കു ഇവിടെ ഉണ്ട്, മെയിൻ ക്യാരക്ടർ. പിന്നെ ഫൈസ ഇവിടെ ഉണ്ട്. ഒരു ഹായ് കൊടുത്തേ. സ്ഥലം കൊണ്ടാ പൊളി. എല്ലാവരും വരിക, ഇങ്ങനെ വലിഞ്ഞൊടിച്ചിട്ട് കയറല്ലേ ഗായ്സ്. ഇതൊരു ഭയങ്കര തേരിയ കേട്ടോ. അസലേ പറഞ്ഞോടാ, ഇത് മൊത്തം ചെറുക്കെപ്പോഴും തുറന്ന് കണ്ടോ ഗൈസ്. എല്ലാവരും വന്നാൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ബ്രൈമൂറിലെ. നമ്മളവിടെ ഉണ്ടല്ലോ, പെട്ടെന്ന് അവിടെ ഇരുന്നപ്പോൾ ചുമ്മാ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്നു. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ മൈൻഡ് അല്ലേ പൈസി? ഒറ്റ മൈൻഡിൽ വന്നതാണ്. കുറച്ച് നേരത്തെ ഇവിടെ വന്നു, നമ്മൾ പ്ലാൻ ചെയ്തു, എല്ലാവരെയും വിളിച്ചു, പിന്നെ ഒറ്റ മൈൻഡിങ് വന്നു. ഗൈസ് ഇവിടെ 4-4:30 അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യണേ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ വരിക. നമുക്ക് ശബ്ദം കേൾക്കല്ലേ, ഏകദേശം എത്തി കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് വരിക, നല്ല രസമാണ് ഇവിടെ. കണ്ടോ അവർ വരും. കുനാഫേ ഇതെവിടെയാണ്? ഗുണ കേവ് തന്നെ, ഗുണ കേവ്. ഗൈസ് അമ്മ പറഞ്ഞ കേട്ടാ, ഗൈസ് ഇതാണ് ഗുണ കേവ് എന്ന്. ഡെവിലുണ്ട് കേട്ടോ ഇവിടെ, പ്രേതമുണ്ട്. സീരിയസ്ലി ഡെവിലുണ്ട്, ഡെവില്. ചാടി അടിപൊളിയായിരിക്കും. മേലോട്ടുണ്ട് ഗൈസ്. പൊളി കേട്ടോ, പൊളി, ഒരു രക്ഷയല്ല. അവിടെ സോപ്പുങ്ക ഉണ്ടായിരുന്നേ, അതിൽ നിന്ന് കണ്ട കാലിൽ പറ്റിയത്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബ്രൈമൂർ ടീ ഫാക്ടറി എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന സ്ഥലം. ഓക്കെ, ഇവിടെ അടിപൊളിയാണ് കണ്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഈ ഗേറ്റ് എപ്പോഴും അടഞ്ഞ് കിടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ വേറെ ഗസ്റ്റൊന്നുമില്ല, ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുവഴിയാണ് നമുക്ക് കയറി പോകണം. കുറച്ചങ്ങോട്ട് കയറി പോയാൽ മതി. നമ്മളിവിടെ വന്നിട്ട് ഇവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് കയറി പോകാനുള്ളത്. ഇവിടെ അറിയാൻ പറ്റുമല്ലേ വന്നാലും. അപ്പോൾ ഗൈസ് നമ്മൾ പാത്രം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, പാത്രമെല്ലാം ഇവിടെ നിന്ന് സെറ്റായിട്ടുണ്ട്. പഞ്ചസാര തേയില സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? ഇത്രയല്ലേ ഉള്ളൂ. ഓ, അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്ന് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അഫ്സലേ ഒരു ലോഡ് പാത്രമായിട്ട് ചെറുക്കൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന ഗേറ്റാണത്. ഓക്കെ, നമ്മളവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഇതാണ് നമ്മളെ ചേട്ടൻ്റെ പേര് രാമചന്ദ്രൻ. ചേട്ടനാണ് ഇവിടെ ഫുള്ള് നോക്കുന്നത് കേട്ടോ. അത് ഫുള്ളുണ്ട്. അപ്പോൾ ചേട്ടൻ താമസിക്കുന്നത് ഇവിടെയാണ്. ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകണം. റേഞ്ചൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് സമാധാനമുണ്ട്. ഇതാണ് നമ്മുടെ വീട്. എന്താണ് ഈ ഇൻഹരിയർ നഗറിലെ പ്രേത വീടാ? ഇവിടെ പ്രേതം കൊണ്ട് കേട്ടോ വന്നത്. ബ്രിട്ടീഷുകാര് അയ്യോ എന്ന് പറഞ്ഞ് രാത്രി വരും. മുറ്റത്തോട്ട് കയറ്റി പള്ളി. അതാണ് അടക്കിയിരിക്കണം. മലയണ്ണാൻ ഇതുകൊണ്ട് കണ്ടൂടെ? കണ്ടാ ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി സാധനത്തിന് കണ്ടു കേട്ടോ, മലയണ്ണാൻ. ദാറ്റ് ഈസ് മലയണ്ണാൻ. രാത്രി ശബ്ദങ്ങളൊക്കെ കേൾക്കും, പക്ഷേ നോക്കല്ലെന്ന് പറഞ്ഞ അങ്ങനെ. എന്നാ കയറ് കുഞ്ഞിതേ, ചാവി തുറന്ന് കുഞ്ഞിതന്നെ തുറ.
ഉമ്മച്ചാണ് ധൈര്യശാലി. കണ്ട ബാർബിക്ക് ഗ്രില്ലൊക്കെ അടിക്കണമെങ്കിൽ കണ്ട സാധനം അവിടെ ഉണ്ട്. കരി അങ്ങോട്ട് കൂട്ടുക എന്ന് അങ്ങോട്ട് ബാർബിക്ക് അടിക്കും. സാധനം ഉണ്ട്, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ബിൽഡിങ്ങാണ്. ഇതൊരു ജസ്റ്റ് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കണമെന്നേ ഉള്ളൂ ഫ്രണ്ടിലോട്ടൊക്കെ. അവിടെ പേരൊക്കെയുണ്ടോ ഇഷ്ടം പോലെ നോക്കണ്ടേ. ശരിക്കുണ്ടല്ലേ നോക്കിയേ. അവിടെ അപ്പോഴും പറയാനുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ വേസ്റ്റുകൾ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടാതിരിക്കുക. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. ഇപ്പം കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അവർ കൊണ്ടുപോയിക്കോളും. നമ്മൾ 50 rupees കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് പോവാണ്. വേറൊരു VIP കോട്ടേജ് ഉണ്ട്, അങ്ങോട്ട് പോകണം. കാര്യം നമ്മളിവിടെ ശരിയല്ല എന്ന് പറഞ്ഞു. ഈ കോട്ടേജ് അത്ര പോരാ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി VIP കോട്ടേജിലോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ആൻസർ ഉണ്ടോന്നിരുന്നു ഇവിടെ ഫുള്ള് കുഴിയിൽ വീഴുന്നു. ബമ്പറൊക്കെ എടുത്ത് തലയിൽ വെച്ചോട്ട് പോകായിരുന്നു. അതിൽ സത്യം പറയാൻ ആ വണ്ടിയിൽ ആൻസറിൽ ഒരു 4 പേരല്ലേ, 4 പേര് പക്കയാണ്. അതിൽ കൂടുതൽ ആള് കയറി കഴിഞ്ഞാൽ ഗായ്സ് ഫുള്ള് ചാർന്ന് കിടക്കുവാണ്. പിന്നെ തീർന്നത് അതിന്റെ കാര്യം. ഒരു പമ്പിൽ പോലും കയറാൻ പറ്റത്തില്ല, ഫുള്ള് അടിയായിട്ടൊക്കെ ആണ്. ഇതാണ് നമ്മളെ അടുത്ത കോട്ടേജ്. ഓക്കെ, മറ്റത് നമ്മൾ വിട വാങ്ങി ഗായ്സ്. ഇതുണ്ടോ ഇവിടെ ശരിക്കും പ്രേതമൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ ഇതുണ്ടോ ഇവിടെ കുരിശും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്, ഒരു ഹൊറർ സംഭവമാണ്. കുറച്ച് സീനാണ് ഇവിടെ. ഉണ്ടോ ഇത് പഴയ കല്ലടുക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടോ കല്ലൊക്കെ അടുക്കി നല്ല പഴയ ബിൽഡിംഗ് ആയിരുന്നു, അത് പൊളിച്ചു കളഞ്ഞു. ജനലൊക്കെ കണ്ടോ ഇവിടുത്തെ. പഴയ ജനല് കാര്യങ്ങൾ. ഇവിടെ എങ്ങനെ ഉണ്ട്, സെറ്റല്ലേ? മറ്റത് ഒരു മെയിൻ്റെനൻസ് ചെയ്യാതിട്ടേക്കണമായിരുന്നു. കിച്ചൺ പറഞ്ഞോട്ടോ അല്ലേ. ഓക്കെ, ഇതാണ് നമ്മളെ കിച്ചൺ വരുന്നത്. ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഓണാണോ? ഇവിടെ ഇപ്പോൾ ഓണാണ് കേട്ടോ. ഇവിടെ ഓണാണ്. കൂളിംഗ് ഉണ്ടോ? ഇതിപ്പോൾ ഓണാണ്. പിന്നെ ഇവിടെ ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, സെറ്റാണ്. ഇതെന്തോ സ്റ്റോറാ എന്തോ ആണെന്ന് ഒന്ന് കൂട്ടിയിട്ട് വയ്ക്കുന്നു. ഇതെന്തൊരു ജമ്മു കാശ്മീരാ? നമ്മള് സ്പ്രേ അടിച്ച് ഈ സാധനത്തിന് ഇളക്കമാണ് ഗൈസ്. അതാ പോയി ഗൈസ്. ഇത്ര പരിപാടിയുള്ളൂ. ഗൈസ് നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബെഡ്, ഒരു വലിയ ബെഡ്, അടിപൊളിയല്ലേ. പിന്നെ അടുത്തത് ഇവിടെയാണ് വരുന്നത്. ഇതാ ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ്, ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ബ്രൈമോർ എസ്റ്റേറ്റ്. ടോയ്ലറ്റ് എങ്ങനെയുണ്ട്? 5 സ്റ്റാർ. നമ്മൾ ബാത്റൂം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. നല്ല സമാധാനമായിട്ട് നിൽക്കാൻ കേട്ടോ. റേഞ്ച് എന്ന് പറയുന്ന സാധനം ഇല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കുമെന്ന് നിങ്ങൾ പേടിക്കേ വേണ്ട. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിലൊക്കെ എന്തെങ്കിലും കയറുന്നാന്ന് മാത്രം നോക്കിയാൽ മതി. ഈ കോളായിട്ടുണ്ടല്ലേ കൊണ്ടേ. ഇതാണ് നമ്മൾ ആദ്യം വന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ കാർ ഇട്ടത്. ടീ ഫാക്ടറി ഉണ്ടോ? ടീ ഫാക്ടറി 2004 വരെ വർക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞാണ് പൊട്ടുന്നത്. ഈ തട്ടിൻ്റെ മേളിലില്ലേ, ഇതിൻ്റെ മേളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചാക്ക് വലിച്ചു കെട്ടിയേക്കാണ്, വിരിച്ചേക്കാണ്. വലിച്ചു കെട്ടിയപ്പോൾ അവിടെയാണ് ഈ കൊണ്ടിരുന്ന തേയില കൊഴുന്നല്ലേ ഇടുന്നത്. അവിടെ കൊണ്ട് തേയില കൊഴുന്നിട്ട് സ്റ്റോക്ക് ഇടുന്ന മുകളിലാണല്ലേ. 2 അടുപ്പുണ്ട്. ഇത് വിറകടുപ്പാണ്, ഇതൊരു അടുപ്പാണ്, ഇതൊരു അടുപ്പാണ്. ഇവിടെ തീ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഈ ചൂട് കൊണ്ട് ഇത് വാടും, ഇല വാടും. ഇവിടെ തീയിടപ്പം മുകളിൽ കിടക്കുന്ന തേയില വാടും. കൊണ്ടു പോയിട്ടുണ്ട്, പുക പോകത്തില്ല, ചൂട് മാത്രമേ പോകുള്ളൂ. ചെറിയൊരു ഇല വാടി വെള്ളം മരിഞ്ഞാൽ മതി. പുറത്തുനിന്ന് കണ്ടാൽ ശകലേ ഉള്ളല്ലേ. ഇതൊക്കെ ഇതിന്റെ സ്റ്റോറേജ് ഏരിയ ഇതാണ്. നമ്മുടെ ഇതിന്റെ ലോകത്തിന്റെ ഏറ്റവും ഇങ്ങനെ വരുമ്പോൾ
ഈ അറ്റം വരെ നീളം നടക്കണം. അവിടെ വരെ തേയിലിട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഇത് ഈ ബോക്സ് തുറക്കാൻ പറ്റും. ഇത് തുറന്നു കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഈ വാടുന്ന തേയില ഇല അവിടെ പോകും. അവിടെ കൊടുക്കുമ്പോൾ ഇത് ചാക്ക് വഴി ഇങ്ങനെ ഉള്ള വന്ന് വീഴും. ഈ ഇല ഇല ഇവിടെയാണ് ഇതാണ് ഫസ്റ്റ് പൊടിക്കുന്ന മെഷീനാണ്. ഇവിടെ വെച്ചിട്ട് ഒരു 50% തേയില അരഞ്ഞിട്ട് പൊടിയായിട്ട് താഴെ വീഴും. അവിടെ ഒരു ചാക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാരി എടുത്തിട്ട് രണ്ടാമത്തെ മെഷീൻ ഇതാണ് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പോഴത്തേന് 75% പൊടിയായിട്ട് അവിടെ വരും. അവിടെ നിന്ന് വാരി എടുത്ത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേനാണ് തേയില പൊടിയായിട്ട് തന്നെ വരും. 3 പ്രോസസ്സിംഗ് ഉണ്ടല്ലേ ഇവിടെ തന്നെ? 3 പ്രോസസ്സിംഗ് ഉണ്ട്. തേയിലപ്പൊടിയെല്ലാം അവിടെ തറ വന്ന് വരും. അവിടെ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൽ ഫിൽറ്റർ ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ അപ്പുറത്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാനുള്ള ഇലക്ട്രിസിറ്റി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന തോടില്ലേ, ആ തോടിൻ്റെ ഏറ്റവും മുന്നിൽ 2 കിലോമീറ്റർ മേളിലൊരു ചെക്കിടാമുണ്ട്. അവിടെ നിന്ന് പൈപ്പ് വഴി അവിടെ ഈ കുന്നിൻ്റെ മണ്ഡലമുണ്ട്. അവിടെ കൊണ്ടിട്ട് സ്റ്റോർ ചെയ്തിട്ട് പൈപ്പ് വഴി ഒരു ടർബൈൻ വെച്ച് ചെയ്യാം. പുറത്തുനിന്നുള്ള കറണ്ടും വേണ്ട, അതിൽ നിന്ന് തന്നെയാണ് പരിപാടി. ഇത് എന്താണ്? ഇത് അതിൻ്റെ സെയിം മെഷീൻ തന്നെയാണ്. സെയിം മെഷീൻ തന്നെ, ഒരേപോലെ. ഇത് സ്റ്റോപ്പ് ആക്കിയല്ലേ പിന്നെ? ഇപ്പൊ ഇവിടെ ടീ എസ്റ്റേറ്റ് ഇല്ല. ടീ ഉണ്ടല്ലേ ഇപ്പോഴും? നമ്മൾ അവിടെ നിന്ന് തേയിലപ്പൊടി കാര്യം പറഞ്ഞില്ല, അവിടെ ആ തേയിലപ്പൊടി അവിടെ നിന്ന് വാരിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇട്ട് കൊടുത്തതിനും വലുപ്പം അനുസരിച്ച് 3 ഗ്രേഡായിട്ട് വരും. താഴെ കൂടെ വേസ്റ്റും പോകും. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡായിട്ട് വരും. മൈന്യൂട്ടായിട്ടുള്ള സാധനം അങ്ങനെ വന്നിട്ടുണ്ട്. അനുസരിച്ചാണ് ഇത് നമ്മൾ കൊച്ചി കൊടുക്കാൻ വേണ്ടിയുള്ള തേയിലയാണ്, ലൂസ് തേയിലയാണ്. നമ്മൾക്ക് അപ്പുറത്ത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തേയില ഇപ്പുറത്താണ്. ഇതവർ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മുകളിലൊരു തിരിയില്ലേ, അത് ഒഴിച്ച് ബാക്കി 2 ഇല, താഴത്തെ 2 ഇല ഉണക്കി പൊടിച്ച് വന്നിട്ട് ഇതിനകത്ത് ഒഴിയുമ്പോഴാണ് ഇതൊരു ഗ്രേഡാണ്. ഓരോരോ ഗ്രേഡിന് ഓരോ മെഷീൻസ് അല്ലേ? അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള തേയില എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തേയിലാണ്. ബ്രിട്ടീഷുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും മേലുള്ള തിരി ഉണ്ടല്ലോ, ഏറ്റവും മണ്ടയുള്ള പൂമ്പ്, അത് മാത്രം ഉണക്കി പൊടിച്ച്, അത് അടിപൊളി തേയിലയാണല്ലേ? അടിപൊളി തേയിലാണ്. അത് 10,000-15,000 കിലോയ്ക്ക് വില. അപ്പോൾ അവർക്ക് ഫൈനസ്റ്റ് ആയിട്ടുള്ള സാധനം എടുക്കും, ബാക്കി പുറത്ത് കൊടുക്കും. ഇതൊക്കെ എന്തിനുള്ള പ്രോസസ്സിനുള്ള തന്നെ? ഇതൊക്കെ മറ്റേ തരങ്ങൾക്കായിട്ടുള്ളതൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റടിച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പോവും അടുത്ത്. നല്ല പഴക്കമുള്ള കോട്ടേജ് അല്ലേ ഇത്? ഫാക്ടറി ഇത് പഴയ സ്വിച്ചൊക്കെ ആണല്ലോ. സ്വിച്ചെല്ലാം പഴയ സ്വിച്ചാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇങ്ങനെ മെയിൻറ്റെയിൻസ് ചെയ്ത് പോവാണല്ലേ? ഇത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കസേരയാണ്. ഫോട്ടോ എടുക്കാൻ ഇരിക്കാം. ഏതാണ് ഈ കസേര? എത്ര വർഷം? 140 വർഷം. ഇതും അതുപോലെ തന്നെ അല്ലേ? ഇത് വേറെയാണ്. ഇത് ബ്രിട്ടീഷ് ആ ടൈമിലുണ്ടായിരുന്ന കസേരയാണ്. ഇത് പിയാനോ ഒക്കെ ബംഗ്ലാവിൽ നിന്ന് കിട്ടിയാണല്ലേ? ഫുള്ള് പോയല്ലേ ഇത്? ഇതെല്ലാം ബംഗ്ലാവിൽ നിന്ന് കിട്ടിയാണ്. നല്ലൊരു ഹാർമോണിയം അല്ലേ? അങ്ങോട്ട് പോവാണെങ്കിൽ അത്യാവശ്യം ഗോളിയാണെങ്കിലേ അങ്ങോട്ട് പോകണമെങ്കിൽ 1 കിലോമീറ്റർ പോകണമെങ്കിൽ എല്ലാത്തിനും ഉണ്ട്. നമുക്കൊരു ഡോഗും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ടീ ഫാക്ടറി ഒക്കെ പോയി കണ്ടു, സെറ്റായിരുന്നു, കണ്ടില്ലേ? അതാണ് അവിടുത്തെ വിശേഷങ്ങൾ. അതേ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്ന് നോക്കി കണ്ടോ, നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കുറച്ച് മാഗിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അല്ലേ, മാഗി കഴിക്കൂല, തരത്തില്ല, നിനക്ക് തരത്തില്ല മാഗി. അപ്പോൾ നമ്മളൊരു കട്ടൻ കുടിക്കാനുള്ള പരിപാടിയാണ്. നല്ല ചൂട് കട്ടൻ ചായ. എന്തോന്ന് പൂ കേക്ക് അല്ല, ഇതെന്താ വണ്ടർ കേക്ക്. ഇങ്ങനെ എടുത്തിട്ട് ചായ കുടിച്ചിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു വാട്ടർഫാള് അങ്ങനെ സംഭവമുണ്ട്. അങ്ങോട്ട് പോയി. ഇതാണ് നമ്മുടെ ഹൊറർ സീനറി. കണ്ടോ, നല്ല ലെവല കേട്ടോ സംഭവം. ഒരു ചർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തോ കുഴി? ഇതാണ് ഗൈസ്. ഇത് എനിക്കൊന്ന് പഴയ പള്ളി എന്തോ ആണ്.
എന്താണ് സംഭവം എന്നറിയില്ല. ഹൊററാണ്. രാത്രി മറ്റേ ഇവിടെ ഇരുട്ടത്ത് കൊള്ളത്തില്ല. ചെറുക്കൻ വേറെ ലെവല് കണ്ടോ കണ്ടോ. ഹൊറർ ടെറർ അല്ല, ഹൊററിൽ നിന്ന് പെട്ടെന്ന് ഇത് കണ്ടോ ഗൈസ്, ഇത് വേറെ ലെവലാട്ടോ. രാത്രി ഇവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ലേ. നീ സൂക്ഷിച്ചു കേട്ടോ അഫ്സലേ. ചോര നിന്നില്ല കണ്ടോ കണ്ടോ കണ്ടോ, ചോര ചോര ചോര. ഇവിടെ ഫുള്ള് സീനാണ് കേട്ടോ. ഈ സീനറി ഉണ്ടോ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കോട്ടേജാണ്. ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, അവർ പോയി. ഓക്കെ, നാരകമാണ് കേട്ടോ, നാരകം. നല്ല മണമുണ്ട്, സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയൊരു അരുവി, ഒരു സെറ്റപ്പ് വരുന്നത്. എല്ലാം നാച്ചുറലാണ്, ഫുൾ നാച്ചുറലാണ്. ഇവിടെ ഇപ്പം വെള്ളം കുറവാണ് ഉണ്ടോ, അടിപൊളിയാണ്. നമുക്ക് നൈസിന് ഒരു കുളി പാസ്സാക്കണം. ഇതാണ് ആ അയ്യോ അയ്യോ. അപ്പോൾ ഗൈസ്, നമ്മൾ എസ്റ്റേറ്റിൽ നേരെ മുകളിലോട്ട് ടോപ്പിലുള്ളൊരു ബംഗ്ലാവുണ്ട്. ബംഗ്ലാവിലോട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഒന്ന് പോയി കുളിച്ചപ്പം നല്ല സെറ്റായിരുന്നു. രാത്രി ഫുൾ അവിടെ തന്നെ ആയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നൈറ്റായതുകൊണ്ട്. എന്നിട്ട് രാവിലെ കൂടെ പോയി കുളിച്ചു. അവിടെ കണ്ടോ വലിയ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അടച്ചിട്ടൊക്കെ ഉണ്ട് ഗേറ്റൊക്കെ പഴയ ഗേറ്റ് പൊളിഞ്ഞൊക്കെ പോയി കണ്ടോ. പഴയ ഗേറ്റൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ വഴി. സെറ്റല്ലേ, അടിപൊളി വഴി കേട്ടോ. സമയത്ത് ഈ ബംഗ്ലാവായിരുന്നു, ഇവിടെ പലരും ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പം ആരുമില്ല. എന്തോ ഇപ്പോൾ ചക്ക കേട്ടോ, ചക്ക പ്ലാവൊക്കെ ഉണ്ട് ഇവിടെ. ഫുഡ് കഴിച്ചിട്ടിട്ട് ഈ കുരങ്ങന്മാർ ഒന്ന് കഴിച്ചിട്ടിട്ടേക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകണം കേട്ടോ. നമുക്ക് അങ്ങനെ വണ്ടി ആണെങ്കിൽ അവിടെ ഇപ്പം ഗേറ്റ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ പോകാൻ പറ്റും. എൻ്റെ മോനെ എന്ത് തടിയോ നോക്കി ഈ മരം. ഓ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പുണ്ട്. പിന്നെ അതുവരെയും കയറാമേ. എന്തൊരു തടിയോ നോക്കിയത്. മറ്റേ സംഭവമില്ല, ഇത് പണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇത്രയും തടിയൊന്നും ആയിട്ടില്ല, ഏകദേശം ഇതിൻ്റെ ഒരു തടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അത്രയ്ക്ക് പഴക്കമുള്ള ഇതാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ സീനറി. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ചെടിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ലുക്ക് നോക്കി, എന്താ വ്യൂ നോക്കി കണ്ടോ. അവരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ. അല്ല എങ്ങനെയുണ്ട്? ഇതാണ് നമ്മൾ പഴയ ബംഗ്ലാവ് കണ്ടോ. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര പഴയതാണ്. ഇതൊക്കെ മറ്റു ചെടി, ഇതൊക്കെ കുഞ്ഞു സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്. ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയ അടിപൊളി. ഇത് നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ റോഡ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ കയറി വന്ന് ഇതാണ് നമ്മളെ ഗേറ്റ് വരുന്നത് കണ്ടോ, മെയിൻ ഗേറ്റ്. 2 ഗേറ്റുണ്ട്. ഇത് മെയിൻ ഗേറ്റ്, പിന്നെ അവിടെ എൻട്രൻസ് ഗേറ്റും. അങ്ങനെ 2 ഗേറ്റുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വേറെ ലെവല്. ശരി എങ്ങനെയുണ്ട്? ഇതുണ്ടോ നമ്മൾ എഴുതിച്ചിരിക്കുന്നുണ്ടോ, നമ്പർ 1 AB 1880 AD 1818 10 റൂംസ് ഉണ്ട്. 10 റൂംസ് ഉണ്ട് കൈസ് ഈ ബംഗ്ലാവിൽ. ഒന്ന് ആലോചിച്ച്. കിച്ചൺ ഒന്നേ ഉള്ളൂ, ബാത്റൂം 3 ഉണ്ട്. അതിന് കണക്കും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഔട്ട് ഹൗസ് പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഔട്ട് ഹൗസ് പോലത്തെ കാര്യമുണ്ട്. ഇതൊന്നൊരു പഴയ ഔട്ട് ഹൗസ് എന്തോ ആയിരുന്നു. ഇത് ഫുള്ള് പൊളിഞ്ഞൊക്കെ പോയി കേട്ടോ. കല്ലൊക്കെ വെച്ച് കെട്ടിയൊരു സംഭവമാണേ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഇത് നോക്കി, അതിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം അത് പൊളിഞ്ഞൊക്കെ ഫുള്ള് പോയി. ഇങ്ങനെ അങ്ങോട്ടുണ്ട് കേട്ടോ. താഴോട്ട് സീനറി കാര്യങ്ങൾ. അവിടെ എനിക്ക് തോന്നുന്നു ഈ അരുവിയും കാര്യങ്ങളും കൊണ്ടുവന്നു തോന്നുന്നു. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണേ കണ്ടോ. ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. ഫുള്ള് പൊളിഞ്ഞു പോയി. ഇതെല്ലാം താഴ്ന്നു പോയി. ഈ തടിയിലും കാര്യങ്ങളും ചെയ്തേ കൊണ്ട് നമുക്ക് ബംഗ്ലാവ് പോയിട്ട് ശരിക്കും ഒന്ന് കാണാം. മെയിൻ ആളാണ്, മെയിൻ ഒന്നാണ്.
ചിലപ്പോൾ കളർ മാറും. അയ്യോ ഗൈസ്, ഇവിടെ ഗാർഡനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പേപ്പർ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാണ്. പഴയ മരങ്ങളൊക്കെ കണ്ടോ, നല്ല മുണ്ട മരങ്ങൾ. ഓക്കെ, ഇതും ഒരു എൻട്രൻസ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻ ഡോർ ഇവിടെയാണ് നമ്മൾ എൻട്രൻസ് വരുന്നത്, ഗേറ്റ് വെച്ചത്. അപ്പോൾ എനിക്കൊന്ന് മെയിൻ എൻട്രൻസ് ഇവിടെ വരുന്നത്. പക്ഷേ ഇതിനേക്കാളും ലുക്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ്, ആ സൈഡിലാണ് കാണാൻ ലുക്ക് ഉണ്ടോ. ഇവിടെയാണ് ഒരു ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഹലോ ഗൈസ്, ഇവിടെ കണ്ടോ അടിപൊളി കേട്ടോ. ഓർക്കിഡ് ഉണ്ടോ, പഴയ ഓർക്കിഡ്. മുമ്പ് എല്ലാവരും വീട്ടുകളിൽ ഇഷ്ടംപോലെ നട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി കേട്ടോ, നല്ല ഓർക്കിഡ്. ഇതാണ് ഈ ബംഗ്ലാവിൻ്റെ ഹാള് കണ്ടോ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സീനറീസും കാര്യങ്ങളും. അടിപൊളിയായിട്ടോ. ബംഗ്ലാവ് എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ അമ്മച്ചി ഇല്ല, ആരുമില്ല. ഏത് അമ്മച്ചിയാണോ അത്? അമ്മച്ചി ആരാണ്? അമ്മച്ചി എന്തായാലും അവിടെ ഇല്ല, എല്ലാം പൊട്ടിട്ടേക്ക്. നമ്മളവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ പാസ്സാക്കി നേരെ ഇറങ്ങുവാണ്. ഇനി നമുക്കിവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അതും ഈ എസ്റ്റേറ്റിൻ്റെ അടുത്തുള്ള തന്നെയാണ്. അപ്പം അങ്ങോട്ടൊന്ന് പോകണം. മഞ്ഞ ഈ ചൂടത്ത് വന്നിട്ട് കഴിച്ച് ഇത്ര അടിപൊളിയായിട്ടോ. അപ്പം തണുപ്പത്ത് വന്ന വേറെ ലെവലാണ്. ചെറിയ ചാടൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചൂട് സമയമല്ലേ, ഈ വേനൽക്കാലത്ത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് ഇത്ര അടിപൊളി ക്ലൈമറ്റ് ഇവിടെ. ഹലോ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് വാട്ടർഫാൾ ആണ്. വാട്ടർഫാൾ എനിക്ക് ഇത്ര പറയാനുള്ളത്. ഗൈസ്, നമ്മൾ വാട്ടർഫാൾസിലാണ് പോകുന്നത്. മദാമ വാട്ടർഫാൾസിലാണ് നമ്മൾ പോകുന്നത്. പിന്നെന്താ ഗൈസ്, കണ്ട ബോർഡ് കണ്ടോ, മദാം. ശരിക്കും ഉണ്ടല്ലോ അടിപൊളി എൻജോയ്മെന്റ് കേട്ടോ. നല്ല എൻജോയ് ചെയ്തു. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ട് പിന്നെ അങ്ങോട്ട് പോയി അത് ഇതും സാധനങ്ങളൊക്കെ പറിക്കും. ഇവിടെ ഫുൾ സ്വാതന്ത്ര്യമാണ്, അതായത് ഫുൾ ഫ്രീഡമാണ് ഇവിടെ. കാര്യം നമുക്ക് ജാതിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ സംഭവമുണ്ട്. കുക്കൂക്ക, പിന്നെ നമ്മുടെ കശുവണ്ടി, അതൊക്കെ എടുത്തിങ്ങനെ തീയിലിട്ട് ചുട്ട് കഴിച്ച് അങ്ങനെ. പിന്നെ ഗ്രില്ലടിക്കുന്നവർക്ക് ഗ്രില്ലടിക്കാം. ഫുൾ സ്വാതന്ത്ര്യമാണ്. കണ്ടോ കൊടുങ്കാട്. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു റിസോർട്ട് നിന്നിട്ട് അതിലൊരു ബൗണ്ടറി ഉള്ളതുപോലെ അല്ല, ഇങ്ങനെ ഓപ്പണാണ്. നമുക്ക് ഇങ്ങനെ നടക്കാം. അവിടെ ബംഗ്ലാവ് ആ സൈഡിലോട്ട് പോകാം. പിന്നെ ഇപ്പുറത്ത് വേറെ ലോട്ടസ് ബംഗ്ലാവ് ഉണ്ട്. അപ്പോൾ സൂപ്പറാണല്ലോ. എന്താടാ എവിടെ നാരങ്ങ കാണിച്ചേ അത് ചോപ്പങ്ക നാരങ്ങ ചെറിയ കാട്ടു നാരങ്ങ. ചെറിയ കാട്ടു നാരങ്ങ ഉണ്ടോ? നാരകം ഉണ്ടോ? ഇതാണ്. ഇതിന്ന് വീണ കേട്ടോ. ഇത് നാരകം ഉണ്ട്. ഇത്രയും വലിയ നാരകം നോക്കി. അല്ല, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ പറിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ടോ ഒരു വലിയ പാറരിപ്പുണ്ട്. ഒരു പാറ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ വാട്ടർഫാൾസ് എത്തുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്. അടിപൊളിയായിട്ടോ, അടിപൊളി. ശരിക്കും എൻജോയ്മെൻറ്റ് എന്തെന്നിങ്ങനെ അറിയാം. നമ്മൾ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും എങ്ങനെ ഫ്രണ്ട്സായിട്ട് വന്നാലും പേരൊക്കെ വന്നാൽ പൊളിക്കാൻ കേട്ടോ, വേറെ ലെവലായിരിക്കും. നോക്കിയേ മോനെ, ഈ പാറയുടെ അടിയിൽ കൂടെ നമ്മൾ ഇതിന് പോകാനുള്ളത്. നോക്കിയേ പാറ നോക്കിയേ, സെറ്റല്ലേ, ഒരു രക്ഷയില്ല. അവർ താഴെ പോയാ നിങ്ങൾ പോയില്ലേ? എങ്ങനെയുണ്ട് ഇങ്ങനത്തെ സ്ഥലം? ഇതാണ് നമ്മൾ വാട്ടർഫാള്. വലിയ വാട്ടർഫാളൊന്നും അല്ല, എന്നാലും ഇവിടെ ഒരു വൈബുണ്ട്. ഫുള്ളാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ ചെറിയ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. താഴോട്ട് ഇറങ്ങി പോയി. നാരങ്ങ പാല പറഞ്ഞ മോനല്ല, അങ്ങ് താഴെ വീടല്ലേ. നാരങ്ങ നൈസ് വാട്ടർഫാള് കണ്ടോ. ചെറിയൊരു ഇതുണ്ട് ഇവിടെ, ചെറുതായിട്ട് കുളിക്കാം. വലിയ ഇതൊന്നുമില്ല.
അവിടെ പോയി അടിപൊളിയാണ് കേട്ടോ അങ്ങോട്ട്. ഇപ്പം ഈ ഉണക്ക സമയമായതുകൊണ്ടാണ്. അല്ലെ ഇവിടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാലേ നല്ല രസമാണ്. ഇത് ഒറ്റ മൈൻഡായിരുന്നു. നേരെ പോയി നമ്മളെല്ലാവരും കൂടെ പിള്ളേർ നമ്മളെല്ലാം കൂടെ ഒരു കുളി അങ്ങ് പാസ്സാക്കി. അഫ്സലേ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി വൈബായിരുന്നു. ഒരു കുളിയൊക്കെ പാസ്സാക്കി അവിടെ പോയിട്ട് ഒറ്റ മൈൻഡ്. ഇവിടെ ആരുമില്ല, എല്ലാം ഒറ്റ ഊരി കളയിൽ ഒറ്റ പൊളിയായിരുന്നു കേട്ടാ. ആ ചൂടങ്ങ് മാറി കിട്ടി. ജാതി കിട്ടിയല്ലേ, അടിപൊളി. നമുക്കിവിടെ അച്ചാറിടാം. ഒരു അടിപൊളി നൈറ്റ് ആൻഡ് ഡേ ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അടിച്ചു പൊളിച്ചു കേട്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചടുക്കിയില്ല നമ്മള്, പൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ എല്ലാവരും പോവുക, എൻജോയ് ചെയ്യുക. ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ നിങ്ങളെ ചങ്ക്സുമായിട്ടൊക്കെ എല്ലാവരും പോയി എൻജോയ് ചെയ്യുക. അങ്ങനെ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. തങ്കു ഇതാ പൊക്കിക്കൊണ്ടിരിക്കുന്നു. പൊക്കടാ ഗൈസ്, ചെറിയൊരു പ്രാങ്ക് ഗൈസ്. അവിടെ നിർത്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അതൊന്ന് പേടിച്ചിട്ടാ നെഞ്ചിടന്ന് ഇടിക്കണോ?